ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട്. റെയിൽവേന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേന്റെ കീഴിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ പോസിറ്റീവ് വശങ്ങൾ അതുപോലെ തന്നെ നെഗറ്റീവ് വശങ്ങൾ കാര്യങ്ങളൊക്കെ വീഡിയോന്റെ അവസാനം നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അത് ഓരോരോ ജോലിക്കും നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് ആ ജോലി എത്രമാത്രം അപേക്ഷിക്കാൻ നല്ലതാണ് എന്ന് വിലയിരുത്താൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ജോലി മോശമായിട്ടല്ല. കാരണം ഇതിനകം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ജോലി മോശമായത് കൊണ്ടല്ല. നമ്മൾ പൈസയും കാര്യങ്ങളൊക്കെ മുടക്കി വലിയൊരു യാത്ര ചെയ്തിട്ട് പോയിട്ട് അത് കിട്ടിയിട്ട് മറ്റൊരു ഉപകാരമില്ല എന്നാണെങ്കിൽ അതിനെക്കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു സെക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരു ഭാഗം വീഡിയോൻ്റെ അവസാനം പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തുന്നത്. എന്തായാലും നമുക്കത് അവസാനം നോക്കാം. എന്തായാലും അത്യാവശ്യം നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അവസരത്തിനെ കുറിച്ച് നമുക്ക് അവസാനം നോക്കാം. ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് വെച്ചിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്രന്റീസിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഫോർ ദി ഇയർ ഓഫ് 2026 ആൻഡ് 2027 ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേന്റെ പുതിയൊരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 26/8/2026 അപേക്ഷ തുടങ്ങാനായിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ടൈം ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്പണിംഗ് ഡേറ്റ് ആൻഡ് ടൈമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. എപ്പോഴാണ് തുടങ്ങുക എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇതിൻ്റെ ഈ നോട്ടിഫിക്കേഷനും അതുപോലെ അപേക്ഷിക്കേണ്ട പോർട്ടലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്തേക്കാം. അപേക്ഷ കൃത്യസമയത്ത് ഈ സൈറ്റിൽ തുടങ്ങുന്നതായിരിക്കും. സൈറ്റിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് 15/9/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. സോ ഓൺലൈൻ അപേക്ഷയാണ്. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാനത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആകെ മൊത്തം വേക്കൻസി വന്നിട്ടുള്ളത് 1599 വേക്കൻസി, 1600 അടുത്ത് വേക്കൻസി വന്നിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട പ്രായപരിധി 15 മുതൽ 24 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക്. 5 വർഷത്തെ ഇളവ് SC/ST വിഭാഗത്തിനും SC/ST വിഭാഗത്തിന് 5 വർഷത്തെയും OBC വിഭാഗത്തിന് 3 വർഷത്തെ പ്രായത്തിലിളവ് നൽകുന്നതായിട്ട് നമുക്കിതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതുമാണ്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം. ഇതിന് എക്സാമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അത് സംസാരിക്കാം നമുക്ക്. 10ാം ക്ലാസ് ഉണ്ടായിരിക്കണമെന്നാണ് ഫസ്റ്റ് യോഗ്യത പറഞ്ഞിട്ടുള്ളത്. മിനിമം 50%, 50%, 50% മാർക്കോട് കൂടി 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്ലസ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇനി പറയാൻ പോകുന്ന ITI ട്രേഡിൽ നിങ്ങൾ ITI കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതും പറയുന്നുണ്ട്. സോ ITI ട്രേഡുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 1 ഫിറ്റർ മുതൽ ഏകദേശം 25 ഡ്രാക്സ്മാൻ മെക്കാനിക് പോസ്റ്റ് വരെയുള്ള വിവിധ തരം ITI പോസ്റ്റുകൾ അല്ലെങ്കിൽ ITI ട്രേഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പഠിച്ച ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ITI ഏതാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 25 ഉണ്ട്, ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. വീഡിയോ തുടർന്ന് കാണാവുന്നതാണ്. അല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഞാൻ വീഡിയോൻ്റെ അവസാനം പറയുന്ന കാര്യങ്ങളും കൂടി പരിഗണിച്ചിട്ട് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും, ഈ യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവും, അവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതായത് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാൻ നിൽക്കുന്നവരാണെങ്കിലും തുടർന്ന് കാണുന്നവരാണെങ്കിലും നിങ്ങളുടെ അറിവിലുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ, അവർക്കിത് ഉപകാരപ്പെടും. അപ്പോൾ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. അത് SC/ST അതുപോലെ തന്നെ വുമൻസ് കാൻഡിഡേറ്റ്സ് ആരും തന്നെ അടയ്ക്കേണ്ടതില്ല. ബാക്കിയുള്ള എല്ലാവരും തന്നെ എന്ത് ചെയ്യണം? 100 രൂപ അടക്കണം. എല്ലാവരും ഈ ഫീസ് അടക്കണം. ഈ പറയുന്ന കാറ്റഗറി ഒഴികെ ബാക്കി എല്ലാവരും ഈ ഫീസ് അടക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഫോർ എക്സാമ്പിൾ ജനറൽ OBC EWS വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികൾ എന്ത് ചെയ്യണം? ഫീസ് അടക്കണം. പെൺകുട്ടികൾ ആരും തന്നെ ഫീസ് അടക്കണ്ട. ഏത് കാറ്റഗറിയിലാണെങ്കിലും ഫീസ് അടക്കണ്ട എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ് ഞാൻ പറഞ്ഞു, പരീക്ഷയില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം ബേസിസ് ഓഫ് ദി പെർസെൻറ്റേജ് ഓഫ് ഒബ്റ്റൈൻഡ് ഇൻ ദി മെട്രിക്കുലേഷൻ, അതായത് നമ്മുടെ മാർക്ക് ഉണ്ടല്ലോ, 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് നമ്മൾ നേടി എന്നതിൻ്റെ ബേസിലാണ് നമ്മുടെ സെലക്ഷൻ നടത്തുന്നത് എന്ന് പറയുന്നത്. എത്ര മാർക്ക് നമ്മൾ നേടി അതിൻ്റെ ബേസിലാണ് സെലക്ഷൻ നടത്തുന്നത്. ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഉള്ളവർക്ക് ചാൻസ് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. പിന്നെ ഇതിന് റിട്ടേൺ ടെസ്റ്റ് ഇല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. റിട്ടേൺ ഇല്ല, അതുപോലെ തന്നെ ഫിസിക്കൽ ഉണ്ടാവുന്നതല്ല, ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല, ഇൻ്റർവ്യൂ ഉണ്ടാവുന്നതല്ല. ഈ ടെസ്റ്റുകളൊന്നും തന്നെ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നതല്ല. ജസ്റ്റ് നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ. പിന്നെ കുറേയധികം അപേക്ഷകൾ പോവുകയാണെങ്കിൽ ആർക്കാണോ ഏജ് കൂടുതൽ പിന്നെ മാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ആ ഒരു രീതിയിലായിരിക്കും ഫൈനൽ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ എടുക്കുക. അപ്പോൾ അതിൽ നിന്ന് ആൾക്കാരെ എടുത്തിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും അതുപോലെ മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ജോലിയിലേക്ക് എൻ്റർ ആവാൻ പറ്റുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. and ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഹെൽപ്പ് ലൈൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് എത്രയാണ് വേക്കൻസി കൃത്യമായിട്ട് ഓരോ കാറ്റഗറിയിലേക്ക്, അതായത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ട്രേഡിലേക്ക് എത്ര വേക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഏകദേശം നോട്ടിഫിക്കേഷൻ്റെ അവസാന ഭാഗത്തായിട്ട് മെൻഷൻ ചെയ്തതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.
സോ ഇനി ഇതിൻ്റെ നെഗറ്റീവ് അതുപോലെ തന്നെ പോസിറ്റീവ് വശങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു ഇത് അപ്രൻറ്റീസ് തസ്തികയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ഥിരജോലി ആയിരിക്കില്ല, അപ്രൻറ്റീസ് ആണ്. 1 ഇയറിലേക്കാണ് നമ്മൾ ഇതിന് വിളിക്കുന്നത്. ഇതൊരു ബേസിക് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. 1 ഇയറിലേക്ക് ഒരു ട്രെയിനിങ്ങിന് വിളിക്കുന്നതാണ്. അപ്പോൾ ഈ ട്രെയിനിങ് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ജോലിയിലേക്കുള്ള മുൻഗണനയും കാര്യങ്ങളൊക്കെ ലഭിക്കും. അപ്പോൾ നമുക്ക് ഓരോരോ നെഗറ്റീവ് പോസിറ്റീവിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം നമുക്ക് പോസിറ്റീവ്സ് നോക്കാം. ഒന്നാമത്തെ ഇതിൻ്റെ പോസിറ്റീവ് വശമാണ് മാസീവ് ആയിട്ടുള്ള ഒരു ഒഴിവുണ്ട്. 1599 ഒഴിവുകൾ നമ്മൾ പറഞ്ഞല്ലോ. നല്ല ഒഴിവ് തന്നെയാണത്, മോശമൊന്നുമല്ല. കാരണം ഇതിന് മുമ്പ് വന്നിട്ടുള്ള ഒരു ഒഴിവ് ചില്ലാനം ഒഴിവുകൾ, കുറച്ച് ഒഴിവുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് നല്ല അപേക്ഷാ ഫീസും ഉണ്ടായിരുന്നു. ചില്ലാനം ഒഴിവുകൾ മാത്രമേ അതിനുള്ളൂ, അതുപോലെ തന്നെ അപേക്ഷാ ഫീസും കൂടുതലായിരുന്നു. ഇതിന് അത്യാവശ്യം അതായത് 1600 അടുത്ത് ഒഴിവുകൾ വരുന്നുണ്ടെന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പോസിറ്റീവ് വശമാണ് ഇതിന് എക്സാം ഇല്ല. എക്സാം എന്ന് പറയുന്ന സംഭവം ഇതിനെന്തില്ല ഇല്ല എന്നുള്ളത് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ബിക്കോസ് എക്സാം എഴുതണം, അതുപോലെ തന്നെ അതിൻ്റെ മെറിറ്റ് ലിസ്റ്റ് വരാൻ കാത്തിരിക്കണം, അതിൻ്റെ അടുത്ത പ്രോസസ്സ്, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അത് നല്ലൊരു സംഭവം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല, മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ബേസിൽ സെലക്ഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ 23-ാമത്തൊരു പോയിന്റാണ് 25ഓളം ട്രേഡുകൾ, ഏകദേശം 25ഓളം ITI ട്രേഡുകൾ ഇതിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അത്ര പേർക്ക് അപേക്ഷിക്കാനുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ലഭിക്കുന്നുണ്ട്. 4-ാമത്തെ ഒരു പോയിന്റാണ് നമുക്ക് അപേക്ഷാ ഫീസ് ചിലവർക്കില്ല, ചിലവർക്ക് ലെസ്, കുറഞ്ഞ ഫീസാണ്. 100 രൂപയെ വരുന്നുള്ളൂ. 100 രൂപ ചെറിയ ഫീസാണെന്ന് പലർക്കും ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഏകദേശം 700 രൂപേൻ്റെ അടുത്ത് ഫീസ്. അത് ഞാൻ കണ്ണുപൂട്ടി പറഞ്ഞായിരുന്നു, നിങ്ങൾ അപേക്ഷിക്കേണ്ട. 60-70% ഞാൻ ഉറപ്പിച്ച് പറഞ്ഞതാണ്, നിങ്ങൾ അപേക്ഷിക്കേണ്ട, പൈസ കിട്ടാൻ ഏകദേശം ചെറിയ ഒഴിവേ ഉള്ളൂ. ISR ഉണ്ട് നോട്ടിഫിക്കേഷൻ. യെസ്, ഒരു വേക്കൻസിയേ ഉള്ളൂ. അപേക്ഷിക്കുന്നില്ലെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. പിന്നെ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ചെയ്തോളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസ് ഒരു 100 രൂപേൻ്റെ അടുത്ത് മാത്രമേ വരുന്നുള്ളൂ, തിരിച്ച് കിട്ടത്തില്ല. ചില കാറ്റഗറിക്ക് ഫീസ് ഇല്ലാന്താനും, പെൺകുട്ടികൾ SC ST ഒന്നും ഫീസ് ഇല്ല എന്നുള്ളതൊരു സംഭവമുണ്ട്. ഇനി അടുത്തൊരു പോസിറ്റീവ്, 5-ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് കൂടി നിങ്ങളിൽ ഷെയർ ചെയ്യാം. 20% എന്ത് ചെയ്യും, പ്രിഫറൻസ് 20% ഈ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റെയിൽവേൻ്റെ ലെവൽ 1 പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യും, അവർക്ക് വേണ്ടിയിട്ടുള്ള റിസർവേഷൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ലഭിക്കുന്നുണ്ട്. അത് നല്ലൊരു പോസിറ്റീവ് വശം തന്നെയാണ്. ലെവൽ 1 പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പ് D പോസ്റ്റുകൾ ഉണ്ടല്ലോ, റെയിൽവേൻ്റെ പോസ്റ്റുകൾ. അപ്പോൾ അതിലേക്കെല്ലാം നമുക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത ഇതിലൂടെ തുറന്നു തരും. കിട്ടുന്ന ഉറപ്പല്ല, പക്ഷെ ഇവർക്കായിട്ട് എന്ത് ചെയ്യും, ഒരു 20% മാറ്റി വെക്കും. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, മത്സരിക്കാം, നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ് വശം. പോസിറ്റീവ് വശം നിങ്ങൾ കേട്ടതിന് ശേഷം നെഗറ്റീവ് വശം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, ഇത് ഒരു പെർമനൻറ്റ് ജോബ് അല്ല, നോട്ട് എ പെർമനൻറ്റ്, ഇത് പെർമനൻറ്റ് ജോബ് അല്ല എന്ന് മനസ്സിലാക്കുക. അത് ഒന്നാമത്തെ ഒരു നെഗറ്റീവാണ്. അതുപോലെ തന്നെ നമുക്ക് എക്സാക്ട് സ്റ്റൈപ്പൻഡ് എത്രയാണെന്ന് ഇവർ പറഞ്ഞില്ല. സാലറി എന്ന് വേണ്ടിയൊക്കെ പറയാം, എക്സാക്ട് സാലറി അല്ല സ്റ്റൈപ്പൻഡ് എത്രയാണെന്ന് പറഞ്ഞില്ല. ഒരു വർഷത്തേക്കാണ് നമ്മൾ നിൽക്കുന്നത്. ഈ നോട്ടിഫിക്കേഷനിൽ അത് എവിടെയും പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഏകദേശം 10,000 രൂപേൻ്റെ അടുത്തൊക്കെയാണ് അറൗണ്ട് കിട്ടാറുള്ളത്. അപ്പോൾ ആ ഒരു എമൗണ്ട് മാത്രമേ ഒരു മാസം നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, അത് നമ്മുടെ നിത്യ ചിലവുകളും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. 1 ഇയറിലാണ് കേട്ടോ, 1 ഇയറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ട്രെയിനിങ് എടുക്കേണ്ടതായിട്ട് വരും ഏകദേശം. അപ്പോൾ ആ സമയത്ത് നമുക്ക് എത്രയാണ് സ്റ്റേപ്പൻഡ് എന്ന് പറഞ്ഞില്ല, പക്ഷേ ഒരു ഏകദേശ കണക്ക് വെച്ച് 10,000 രൂപേൻ്റെ അടുത്ത് വരെയൊക്കെ കിട്ടാറുണ്ട്. 10,000-ൻ്റെ അടുത്താണ് കേട്ടോ, ചിലപ്പോൾ 8,000 ആകാം. നമ്മുടെ ചിലവ് ബീറ്റ് ചെയ്ത് പോകാനുള്ളൊരു എമൗണ്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഹോസ്റ്റൽ, അതുപോലെ തന്നെ അക്കോമഡേഷൻ പ്രൊവൈഡ്, അതൊന്നും കിട്ടുന്നില്ല. നമുക്ക് എന്ത് ചെയ്യുക, സ്റ്റേ കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം ഇമ്പോർട്ടൻറ്റ്. സ്റ്റേന്ന് നമ്മൾ തന്നെ ഈ ഒരു കിട്ടുന്ന സ്റ്റേപ്പൻഡ് എമൗണ്ട് ഉണ്ടല്ലോ, അത് തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ സ്റ്റേൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു ബുദ്ധിമുട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് TA ഇല്ല, DA ഇല്ല, ഇതൊന്നും നമുക്ക് എന്തില്ല, ലഭിക്കുന്നതല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് ട്രാവൽ അലവൻസും കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇതിന് വേണ്ടി ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ സെലക്ഷൻ, നമ്മൾ എക്സാം ഇല്ലല്ലോ ഇതിൻ്റെ സെലക്ഷന് വേണ്ടി ലിസ്റ്റിൽ വന്ന് നമ്മളിതിൻ്റെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റിനൊക്കെ ആയി പോകുന്ന സമയത്ത് നമുക്ക് യാത്രാ ചിലവ് തരില്ല, നമ്മൾ തന്നെ എടുക്കേണ്ട വരും. പെർമനൻറ്റ് ജോബാണ് പ്രശ്നമില്ല, നമ്മൾ തന്നെ എടുക്കാം. പക്ഷേ പെർമനൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അത് ജസ്റ്റ് ടൈപ്പ് ഓഫ് നെഗറ്റീവായിട്ട് കൂട്ടാൻ പറ്റുന്നത് കൊണ്ട് കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമായിട്ട്, 5-ാമത്തെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് ഒരു യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിവിഷനിലേക്ക് മാത്രം വിളിച്ചിട്ടുള്ള ഡിവിഷനിലേക്ക് മാത്രം വിളിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. അതൊരു മോശവശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡിവിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിലേക്ക് വിളിച്ചിട്ടുള്ളതാണ്, അല്ലാണ്ട് നമ്മുടെ സദേൺ പാർട്ടി, കേരള അതുപോലെ തന്നെ തമിഴ്നാട് ഇങ്ങോട്ട് വിളിച്ചതല്ല. അപ്പോൾ അതും നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു മോശവശം തന്നെയാണ്.
ഇപ്പോൾ ഞാനിതിൻ്റെ നല്ല ഭാഗങ്ങളും പറഞ്ഞു, മോശ ഭാഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അവസരമായിട്ട് തോന്നുന്നവർക്ക് അപ്ലൈ ചെയ്യാം. എല്ലാന്നാണെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടത് 50-50 ചാൻസിലുള്ളതാണ്. അതായത് മറ്റൊരു ജോലിക്ക് വേണ്ടി ഇതിൽ കയറിയിട്ട് ആ സർട്ടിഫിക്കറ്റും കൊണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ, നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് ഈ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് മറ്റുള്ള ജോലികൾക്ക്, ഇപ്പം പറഞ്ഞ പോലെ ഗ്രൂപ്പ് ഡി പോലുള്ള ജോലികൾക്കെല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ അതിന് പ്രത്യേക റിസർവേഷനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്നവർക്ക് ശ്രമിക്കാം. പക്ഷേ അതൊന്നും ഉറപ്പല്ല, അതും കൂടി ശ്രദ്ധിക്കുക. 100 രൂപ അപേക്ഷാ ഫീസുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്നാണെങ്കിൽ എന്ത് ചെയ്യാം, അപേക്ഷിക്കാം, കാര്യങ്ങളൊക്കെ നോക്കാം. എന്തായാലും എന്ത് ചെയ്യുക, ഞാനിതിൻ്റെ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, പിന്നെ അപേക്ഷിക്കേണ്ട ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപേക്ഷ തുടങ്ങുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് 26/8/2026. സോ അപേക്ഷ തുടങ്ങുമ്പോൾ അവിടെ കയറി അപേക്ഷിക്കാം. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കണ്ടന്റിനെ പ്രോപ്പറായി ഫോളോ ചെയ്ത് കൂടെ കൂടാനും മറക്കേണ്ട.